നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ നാറ്റക്കോയ തങ്ങളുടെ വീഡിയോകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ഫാൻസുകാരായിട്ടുള്ള കുറേ ആൾക്കാർ വന്നിട്ട് നമുക്ക് കമന്റ് ഇടുന്നുണ്ട്. അതിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നുന്ന കുറേ അധികം സ്ത്രീകളാണ് ഇതിനകത്ത് കമന്റ് ഇടുന്നത്. സത്യത്തിൽ നമ്മുടെ ഈ ഒരു സമുദായത്തിന് എന്താണ് പറ്റിയത്? കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില വീഡിയോകൾ ഇതൊക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന ഒരു അവസ്ഥയിൽ. കാരണം സ്വയം പ്രഖ്യാപിത തങ്ങന്മാരായിട്ട് ഒരുപാട് ആൾക്കാർ, ഇത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ തങ്ങന്മാരെ കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം സമുദായത്തെ ചൂഷണം ചെയ്ത് പാവങ്ങളായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന പണം എങ്ങനെ ഇവരുടെ പോക്കറ്റിലേക്ക് എത്തിക്കാം, ഇതാണ് ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്കൊക്കെ പാടാനും അതുപോലെ തന്നെ ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള ചില കഴിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം വലിയ കേമന്മാരാവും. അപ്പൊ നമ്മൾ ഇവരെ കുറിച്ചിട്ട് എന്തെങ്കിലും മിണ്ടിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മൾ സാമുദായിക വിരുദ്ധനായി നമ്മൾ മതപണ്ഡിതന്മാരെ കുറ്റം പറയുന്ന ആൾക്കാരായിട്ടൊക്കെ ഈ സമൂഹത്തിൽ ചില ആൾക്കാരൊക്കെ നമ്മൾ ചിത്രീകരിക്കും. സത്യത്തിൽ ഇതുപോലുള്ള ചില വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുന്നത്? കാരണം ഈ സദസ്സിൽ തന്നെ 4 വർഷം ഗർഭം നിൽക്കുന്ന സ്ത്രീകൾ ഈ നമ്മളെ ഈ മജ്‌ലിസിൽ തന്നെ ഉണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമല്ല, ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ട് പിന്നെ ആരെങ്കിലും സ്വകാര്യമായിട്ട് ചോദിക്കണം, ഞാൻ പറഞ്ഞു ഈ മജ്‌ലിസിലുണ്ട് 4 വർഷമായി ഗർഭത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വിഷമം ആ സ്ത്രീക്കില്ല. അല്ലാഹു തആല മഹാനായ ഈ നാറ്റക്കോയ തങ്ങള് പല വീഡിയോയിലും പറയാറുണ്ട്, എന്നെ വിമർശിച്ചോളൂ, എനിക്കതിനകത്ത് ഒരു പ്രശ്നവുമില്ല, കാരണം നബി തങ്ങളെ വരെ വിമർശിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉപമിച്ചിട്ടുള്ള ഇതുപോലുള്ള സ്വയം പ്രഖ്യാപിത ഊളത്തങ്ങന്മാർക്കുള്ള മറുപടിയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരുമാതിരി ഭീഷണി കാട്ടിയൊക്കെ വരട്ടുകയാണ്. കാരണം ഈ തങ്ങൾ പല വീഡിയോയിലും പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്ക് വിമർശനങ്ങൾ ഇഷ്ടമാണ്, എന്നെ വിമർശിക്കും തോറും ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ വേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 1-2 ഉണ്ട്, ഇതിന്റെ അനിയന്മാരും അവരൊക്കെ ഉണ്ട്. ആ കൊടിമരത്തിന്റെ പേരിലൊക്കെ നടന്നിട്ടുള്ള വിവാദങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ചില ഓൺലൈൻ വീഡിയോസ് കണ്ട സത്യം പറഞ്ഞ് ഞാനൊക്കെ പൊട്ടിച്ചിരിക്കുക. കാരണം നമ്മളൊക്കെ പൊട്ടിച്ചിരിച്ചു. ഇയാളുടെ ഒരു ദുആ കേട്ടിട്ടുണ്ടല്ലോ, സത്യം പറയാൻ കരഞ്ഞു. കാരണം നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കാക്ക് പോലും ഇത്രയും പെട്ടെന്ന് ഈ ഭാവാഭിനയത്തിലേക്ക് ഒന്നും എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അമ്മാതിരി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 പെർഫോമൻസ്. അപ്പൊ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വെല്ലുവിളിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എനിക്കെതിരെ യൂട്യൂബിലൂടെ കള്ളപ്രചരണങ്ങൾ നടത്തുകയും എൻ്റെ ഫോട്ടോ വെച്ചിട്ട് വേണ്ടാത്ത ഇതൊക്കെ ചെയ്യുന്നവർക്കൊക്കെ എതിരെയായിട്ട് ഞാൻ അങ്ങ് കോടതിയിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ കറക്റ്റായിട്ട് പൊക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. തെമ്മാടിത്തരം കാണിക്കുന്നത് മതപണ്ഡിതന്മാർ ആരാണെങ്കിലും അത് തുറന്ന് സമൂഹത്തിന് മുമ്പിൽ കാണിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്തവും നമ്മളെപ്പോലുള്ള ഓരോരുത്തർക്കും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. ഞാനിത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. എന്താണെങ്കിലും ഈ വീഡിയോ 2-3 വീഡിയോകളുണ്ട്, നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പോയതിനു ശേഷം നാറ്റക്കോയയുടെ കൂടെ നിന്നിട്ടുള്ള ഒരു സഹോദരൻ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുന്ന കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതാണ് കറക്റ്റ്. ഇയാൾ എന്താണ് എന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നേരെ എന്തായാലും ഇദ്ദേഹത്തിന്റെ ആ ഒരു ദുആ എന്ന് കണ്ടതിന് ശേഷം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. തങ്ങളുപ്പാ, ഞാൻ അൻഷിദ റാഷിദ്, ഞാൻ കോഴിക്കോടാണ് എന്റെ സ്ഥലം. അതെങ്ങനെ തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്റെ ഉപ്പ 40 കൊല്ലമായി കല്ല് കൂടി തുടങ്ങിയിട്ട് പഠിച്ചവനെ തങ്ങളുപ്പാനെ മയ്യത്തിൽ നികത്തി വെച്ചു. ഇപ്പൊ അൽഹംദുലില്ലാഹ് 40 കൊല്ലം കുടിച്ചിരുന്ന എന്റെ ഉപ്പ ഈ മജ്‌ലിസിൽ നെയ്യറ്റ് വെച്ചിട്ട് കുടി നിർത്തി ഉംറക്ക് പോയി. ഇത് നിസ്കരിക്കാൻ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോ സ്വലാത്ത് റസൂലുള്ളാഹി തങ്ങളെ തണല്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മൾ വിളിക്കുന്ന മഹാന്മാർ നമ്മളെ വീട്ടിൽ വരുന്നുണ്ട്. 40 കൊല്ലം ആഹുവേ, എന്റെ നൂറെ ഹബീബിന്റെ മുത്തുമണികളും പാപങ്ങളാ, അവർക്ക് സന്തോഷം നൽകണേ അല്ലാ. ആ കുടുംബം എത്ര സന്തോഷത്തിലാ. 40 കൊല്ലം കല്ലുകുടിച്ച് തെമ്മാടിയായി നടന്ന വാപ്പ നന്നായി ഉംറക്ക് പോയി നിസ്കരിക്കാനും ദ്വാരിക്കണേ അല്ലാഹുവേ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കരൾ അലിഞ്ഞു പോവും. ഇതൊക്കെ കേൾക്കുമ്പോ താത്താമാര് ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത പൈസ കടം വാങ്ങിച്ച് മൂപ്പർക്ക് കൊണ്ട് കൊടുക്കും. അത് അവരുടെ തെറ്റല്ല. എന്തായാലും നമുക്ക് മൂപ്പര് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇനി എനിക്ക് നേരെ ആരെങ്കിലും തിരിഞ്ഞാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇനി സൂചിച്ചോ, ഇനി എന്നെ കുറിച്ചിട്ട് ആരും ഒന്നും മിണ്ടാൻ പാടില്ല എന്നാണ് മൂപ്പറുടെ ഒരു തള്ള്. നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കേൾക്കാം. ഞാന് കോടതിയിൽ നിന്ന് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. എല്ലാവരും വിളിച്ച് ചോദിക്കാൻ പോയ കാര്യം എന്തായി. അപ്പൊ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചു. അൽഹംദുലില്ലാഹ് 4 കൊല്ലമായി ഇല്ലാത്തത് പറഞ്ഞ് കള്ളനാണ്,
ആത്മീയ ചൂഷകനാണ്, പെണ്ണ് പിടിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് 4 കൊല്ലായി യൂട്യൂബർമാർ നമ്മളൊറ്റിട്ട് ഇങ്ങനെ കറക്കണം, ഒരു തെളിവില്ല. അപ്പൊ നമ്മളെന്താട്ടി സഹിച്ചു നിന്നു. അപ്പൊ അൽഹംദുലില്ലാ പല ആളുകളുടെ അഭിപ്രായ പ്രകാരം ഇന്ന് ഞാൻ എന്താട്ടി ഹൈക്കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു. വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു പേടിക്കണ്ട, ആരൊക്കെ മോശമായ വീഡിയോ ഇട്ടോ അതൊക്കെ ഒരു പെൻഡ്രൈവിലോ അതല്ലെങ്കിൽ CD-യിലോ ആക്കി ഏൽപ്പിക്കാൻ പറഞ്ഞു. അവർ അഡ്രസ്സൊക്കെ അവിടെ തപ്പിപ്പിടിക്കും ഇൻഷാ അല്ലാഹ്. സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കള്ളനെന്ന് വിളിച്ചവനും എന്റെ ഫോട്ടോ വെച്ചവനും തമ്പലൈനില് മോശമായി ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് നിയമപരമായി നേരിടും. പിന്നെ ഒരു കാര്യം, നമ്മൾ ആർക്കും മറുപടി ഉണ്ടാവില്ല, ഇനി നിയമത്തിനാണുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒക്കെ ഹൈറാണ്. എല്ലാവരും കൊടുക്കാനല്ല, നമ്മളെ ഇഞ്ഞ് ഓല് ചെയ്യരുത്. നമുക്കൊരു മനുഷ്യന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് അങ്ങനെ അതുപോലെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദ്വാരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ ശർറുകൾ കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേട്ടല്ലോ അല്ലേ? അതായത് ഇനി സൂക്ഷിച്ചോണം കേട്ടോ, യൂട്യൂബർമാരെല്ലാം സൂക്ഷിച്ചോണം. എല്ലാം കൊടുക്കേണ്ടടുത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ വീഡിയോ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ മോശമായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പൊക്കേണ്ടടുത്ത് പൊക്കുമെന്നാണ് മൂപ്പര് പറയുന്നത്. എന്നാലും മൂപ്പര് ഈ പരിപാടി നിർത്തത്തില്ലെന്നാണ് പറയുന്നത്. അതായത് ഈ ചൂഷണം ചെയ്യുന്നത് നിർത്തത്തില്ല. ഒരുപാട് വീഡിയോകളിൽ നമുക്ക് കാണാം ഇദ്ദേഹത്തിന്റെ തട്ടിപ്പുകൾ എന്താണെന്നുള്ളത്. അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോഴത്തേക്ക് എന്തിനാണ് ഇത്രയും അസ്വസ്ഥനാകുന്നത്? കാരണം പല വീഡിയോയിലും പറയുന്നുണ്ട്, ഞാൻ എന്നെ വിമർശിക്കുന്നവർക്കൊന്നും ഞാൻ മറുപടി കൊടുക്കുന്നില്ല, അത് സർവശക്തനായ തമ്പുരാൻ കൊടുത്തോളൂ എന്ന്. ഇദ്ദേഹത്തെ കുറിച്ചിട്ട് മോശം തെമ്മാടിത്തരമാണ് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം അദ്ദേഹം തന്നെ കൊടുത്തോളും. അതുകൊണ്ട് എന്തിനാണ് എൻ്റെ പൊന്നു മൂപ്പരെ നിങ്ങളിപ്പോൾ ഈ കോടതിയിലും അവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നത്? കാരണം കോടതിയിലും അവിടെ കയറി ഇറങ്ങി നടക്കാൻ പോലും ഇദ്ദേഹത്തിന് പൈസ കിട്ടുന്നുണ്ടല്ലോ. കാരണം അധ്വാനിച്ചല്ലല്ലോ ജീവിക്കുന്നത്. പല ആൾക്കാരുടെയും പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എങ്ങനെ ഇവരുടെ പോക്കറ്റിലേക്ക് എത്തിക്കാമെന്നുള്ള എല്ലാ കുൽസിത തന്ത്രങ്ങളും അറിയാവുന്ന ഒരു മഹാവീരഗുരുവാണ് ഈ സാധനം എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലേ? ഒരു ഇതുകളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അംഗീകരിക്കുന്നത്? യൂട്യൂബർമാരൊക്കെ പേടിച്ച് മാളത്തിൽ കയറിയിരിക്കണം, ആരും മിണ്ടാൻ പാടില്ല. മൂപ്പരിനെ എന്ത് കാണിച്ചാലും നിങ്ങളൊരു അക്ഷരം പോലും മൂപ്പരെ കുറിച്ചിട്ട് മിണ്ടരുത്. മിണ്ടിക്കഴിഞ്ഞാൽ മറ്റേ ഇണ്ടാസ് അടിച്ച് കയ്യിലോട്ട് തരുമെന്നാണ് ആശാൻ പറയുന്നത്. അപ്പൊ ആശാനും ആശാന്റെ സഹോദരങ്ങളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാം ഈ തങ്ങൾ പരമ്പരയിൽപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് ഏത് തങ്ങൾ പരമ്പരയാണ്, നിങ്ങളുടെ യഥാർത്ഥ സ്ഥലം എവിടെയാണെന്നൊക്കെ നമ്മൾ പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട 2 വീഡിയോകൾ അത് വരുന്നുണ്ട്. കാരണം ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ ആ വീഡിയോ ചെയ്യുന്നുള്ളൂ. കാരണം ഈ വീഡിയോ നിങ്ങൾ കണ്ട് എത്ര ആൾക്കാർ നിങ്ങളുടെ കമന്റ് ഞാൻ വായിച്ചതിന് ശേഷം ഈ നാറ്റക്കോയ തങ്ങളുടെ യഥാർത്ഥ മുഖം അതൊന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോയുമായിട്ട് വരുന്നുണ്ട്. കാരണം ഒരു പക്ഷേ ചിലപ്പം നിങ്ങൾ പല ആൾക്കാരും ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ വഴിയുണ്ട്. എന്താണെങ്കിലും ഇദ്ദേഹം എവിടെയായിരുന്നെന്നും ഇത് എങ്ങനെയാണ് തങ്ങളായതെന്നും ഇദ്ദേഹം ഈ ബോംബെയിൽ പോയത് എങ്ങനെയാണെന്നും ഒക്കെ ഉള്ള ചില സംഭവങ്ങളുണ്ടല്ലോ, സത്യസന്ധമായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ സ്ത്രീകളുമായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളില്ല എന്നാണ് പുള്ളി പറയുന്നത്. നമ്മൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ പല വീഡിയോയിലും പല സ്ത്രീകളും വന്നിരുന്നിട്ട് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും അത്തരത്തിലുള്ള ഒരു സാധനവും കൂടെ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി, കാരണം ഇദ്ദേഹം പല വീഡിയോയിലും പറഞ്ഞിട്ട് ഇയാൾ ഒരു തങ്ങളാണ് എന്ന് ഇയാൾ സ്വയം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ യാതൊരുവിധ ക്വാളിറ്റിയോ ഒരു പള്ളിയിലെ ഒരു മതവിദ്യാഭ്യാസം പഠിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ക്വാളിറ്റി പോലും കാണിക്കാത്ത ഈ പുള്ളിയെ നമ്മളിത് പറയുമ്പോഴത്തേക്ക് എന്തിനാണ് പുള്ളി ഇത്രയും എന്താ പറയുക അസ്വസ്ഥനാകുന്നതെന്നുള്ള നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും